ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി ആർ പി എഫിൻ്റെ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റും ഫിസിക്കലും കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ എല്ലിൻ്റെ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സി ആർ പി എഫിന് നിങ്ങൾക്ക് ഉള്ളത് എച്ച് ഉണ്ട്, 8 ഉണ്ട്, എല്ലുണ്ട്. എല്ലിൽ റിവേഴ്സ് പാർക്കിംഗ് ആണ്. അത് മിറർ നോക്കിയാണ് എടുക്കുന്നത്. ഇതേപോലെ കോണുകൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മിറർ വെച്ച് എടുക്കുന്നത്. സാധാരണ പൗഡർ ഇട്ടിട്ടാണ് എടുക്കുക. ഈ പൗഡർ ഇടാതിരിക്കാനുള്ള ഒരു കാരണം, ഇനി ഇത് കഴിഞ്ഞാൽ എനിക്ക് എച്ച് ചെയ്യാനുണ്ട്, അതേപോലെ 8 ചെയ്യാനുണ്ട്, ഇതുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട് അത്ര ഒരു സുഖമായി വരില്ല. അപ്പോൾ ഈ വലിയൊരു വണ്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ വണ്ടി ഇതാണ്ട് അവിടെ നിൽക്കുന്നുണ്ടോ, ഈ വണ്ടി വെച്ചിട്ടും ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നല്ല വിഡ്ത്തിൽ അടിച്ചിട്ട് കൃത്യമായിട്ട് വണ്ടി സെറ്റായി വരുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ എല്ലിൽ തന്നെ ഫോർവേഡും റിവേഴ്സും രണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ കോണിൽ കൂടെ നേരെ അവിടെ കണ്ടോ, വണ്ടി പോണ് കണ്ടോ, വണ്ടി ഫോർവേഡാണ് ഇപ്പോൾ വരുന്നത്. ആ ഫോർവേഡ് വന്നിട്ട് അതേ ട്രാക്കിൽ തന്നെ റിവേഴ്സും ചെയ്യിപ്പിക്കും. അപ്പോൾ കൃത്യമായി ഇവിടെ വന്ന് പഠിച്ച് അവിടെ പോയി ജോലിക്ക് കയറിയ ആൾക്കാർ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങൾ അയച്ചു തന്ന് അത് എങ്ങനെയാണ് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഡയഗ്രാം വരച്ച് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ തന്ന് അവരുടെ ആ അനുഭവം അവരുടെ ഒരു അറിവോടും കൂടി തന്ന്, അതും പിന്നെ എൻ്റെ സ്വന്തം അറിവുകളുണ്ടല്ലോ, നമ്മളൊന്ന് ചെയ്യിപ്പിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഇന്ന രീതിയിലേക്ക് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അതിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാണ് ചെയ്യിപ്പിക്കുന്നത്. എല്ലിൽ കൃത്യമായി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് എച്ചിലേക്ക് കയറും. എച്ചിലേക്ക് കയറുമ്പോൾ എല്ല് പറയുമ്പോൾ ആ എച്ചിൻ്റെ ഒരു ഭാഗം, എച്ചിനെ 4ആക്കി തിരിച്ചതിൽ ഒരു ഭാഗമാണ് എല്ല്. ഇതാണ് ബേസ് നിങ്ങളുടെ. ഈ ബേസ് സെറ്റാക്കിയ ശേഷം നേരെ നമ്മൾ എച്ച് ക്ലിയറാക്കും. എച്ച് ക്ലിയറാക്കിയ ശേഷം 8ലേക്ക് കിടക്കും. 8ഉം കൂടെ ക്ലിയറാക്കിയിട്ട് എച്ചിൽ നിങ്ങൾക്ക് റിവേഴ്സും ഫോർവേഡും വരുന്നുണ്ട്. 8ൽ ഫോർവേഡ് മാത്രമേ ഉള്ളൂ, എല്ലിലും റിവേഴ്സേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ മുന്നിലേക്കും പിന്നിലേക്കും ചെയ്യിപ്പിക്കേണ്ട, കാരണം നിങ്ങൾ മാനസികമായി ഇതിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് എച്ച് അടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാ ഇപ്പോൾ എച്ചാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ആദ്യം എല്ല് പ്രാക്ടീസ് ചെയ്തു, പിന്നെ എച്ച്. വലിയ വണ്ടി കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ ഇത്രയും വലിയ വണ്ടി കിട്ടൂല. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ട്, വലിയ വണ്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ വണ്ടിയാണ് സമയത്ത് വണ്ടിയുടെ വലിപ്പം വ്യത്യാസം ബുദ്ധിമുട്ടാകുമല്ലോ എന്ന്. പക്ഷേ വണ്ടി ഏത് വണ്ടിയായാലും ഒരു വണ്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ആ വണ്ടി കൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ഇതും വെച്ച് കോണുകൾ വെച്ച് നമ്മൾ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൃത്യമായി വണ്ടി വരുന്ന ഭാഗത്ത് കോണുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ ഏത് വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും അതും സൈഡ് മിറർ നോക്കിയിട്ട്, ആ ഓടിക്കുന്ന ആൾ പുറത്ത് തലയിട്ട് നോക്കിയ ഒരു പരിപാടിയില്ല. ആ കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു വണ്ടിക്ക് പോകേണ്ട കൃത്യമായിട്ടുള്ള സ്പേസിൽ ആ വണ്ടി എങ്ങനെ ഒതുക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ചെയ്യിപ്പിക്കുന്നത്. 2 ടൈപ്പ് വണ്ടിയുണ്ട്. മറ്റേ വണ്ടിയും കാണിച്ചു തന്നു. ആദ്യം അത് എല്ല് എടുക്കുന്ന സമയത്തും ഇതേപോലെ ആദ്യം എല്ലിൽ ഈ വണ്ടി എടുത്ത്, ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തോളൂ, മറ്റേ വണ്ടിൻ്റെ എടുത്തില്ല. പിന്നെ വീഡിയോ റിപ്പീറ്റ് എല്ലിൻ്റെ വേണ്ടല്ലോ എന്നതാണ്ട. കൃത്യമായിട്ട് വണ്ടി കടന്നു പോകുന്ന രീതിയിലാണ് അവിടെ കോൺ വെച്ചിരിക്കുന്നത്. കണ്ട, ആ ലാസ്റ്റ് ഫൈനൽ കോണിൽ കൃത്യമായി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റുതാ. കണ്ട, എൻ്റെ അടുത്ത് കോണുകൾ കുറവാണ്, 10 കോണേ ഉള്ളൂ. ബാക്കി ആ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളിൽ 10 കോൺ വെച്ച്, ബാക്കിയുള്ളത് അതേ ഹൈറ്റുള്ള കമ്പികൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് പൊടി ഇടാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എല്ലിട്ടു, പിന്നെ എച്ച്, പിന്നെ 8 ഒക്കെ കൂടെ ആകുമ്പോൾ ഈ പൊടി ഫുൾ കളർഫുള്ളായിട്ട് അത് അതിൻ്റേതായ ബുദ്ധിമുട്ട് കാണിക്കും. അതുകൊണ്ടാണ് അത് ഇടാതിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കാണിക്കാനുള്ളൊരു കാരണം, ഒരുപാട് ആൾക്കാർ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഈ CRPF, CISF അതിൻ്റെ ഈ ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ പോയി ചെയ്തു വന്ന ആൾക്കാരുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിൽ പോയ ആൾക്കാരോട് അന്വേഷിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് അവരുടെ ഒരു നിർദ്ദേശം കിട്ടിയത്
റിവേഴ്സ് പാർക്കിങ്ങിനും പിന്നെ 8ഉം H-ഉം. പക്ഷേ 8ഉം H-ഒക്കെ അടുപ്പിച്ചുള്ള ട്രാക്കുകളാണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ ഈ ഗ്രൗണ്ടിൽ എല്ലാം കൂടെ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു ഇതിൽ ആദ്യം L അടിച്ചു, അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ നമ്മൾ H അടിച്ചു. ഇനി 8 അടിക്കുക. 8 അടിക്കുമ്പോഴും ആ 8ൽ എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 8ൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 8ൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പോൾ എൻട്രൻസ് അവിടെയാണ് എൻട്രൻസ്. അവിടെ നിന്നാണ് വണ്ടി കയറി വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു റൗണ്ട് അടിച്ച് 8 കംപ്ലീറ്റ് ആക്കി ഇത് കൂടെ പോയിട്ടുണ്ട്. അത് വണ്ടി കൂടെ കാണിച്ചു. ഇതും ഇതുപോലെ തന്നെ കമ്പികളും കോണുകളും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫൈനൽ റൗണ്ട് ഇതിൻ്റെ നാളെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നാളെ ചെയ്യുന്ന സമയത്ത് പൗഡർ ഇട്ടിട്ടാണ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അപ്പോൾ എടുക്കുന്ന വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് ഇതിൽ ചെയ്ത് ഈ മെഷർമെൻറ്റ് കറക്റ്റ് വെച്ചപ്പോൾ ഇതിനേക്കാളും വലിയ വണ്ടിയാണ് അപ്പുറം കിടക്കുന്നത്. അത് ഇതിൽ കൂടെ കറക്റ്റ് പൊടിഞ്ഞു വരുന്നില്ല. അതുകൊണ്ട് തിരിച്ച് ഈ വണ്ടി തന്നെയായി. കഴിഞ്ഞ പ്രാവശ്യം കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ വണ്ടിയാണ് ഞങ്ങൾ അതിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിനു വേണ്ടി പ്രാക്ടീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അവിടേക്ക് റിവേഴ്സ് ഇട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ടെസ്റ്റിന് ഒരു സൈഡിൽ നിന്ന് വണ്ടി എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഇത് കഴിഞ്ഞാൽ നേരെ H-ലേക്ക് കയറുന്ന പോലെയാണ് അവിടെ അറേഞ്ച് ചെയ്യണത്. ഇപ്പോൾ 8ൻ്റെ വെളിയിൽ പോയി. ഇതാണ് ശരിക്കും ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ആ അറ്റം മുതൽ ഈ അറ്റം വരെ. അവന്മാർക്ക് അപ്പോൾ കുട്ടികൾ വന്ന ആൾക്കാരെ ഇപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ ചിലവർക്ക് താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവർ ഓരോരോ ആൾക്കാർ കഴിഞ്ഞ് ഓരോരോ ആൾക്കാർ മാറി ചെയ്യുന്നത്. ഓക്കെ, പറ്റുകയാണെങ്കിൽ ഞാൻ നാളെ പൗഡർ ഇട്ട് ചെയ്യുന്നത് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതെടുത്തിട്ട് അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ചെയ്യാം ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ എന്താണ് CRPF-ലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഈ വലിയ വണ്ടി കൊണ്ട് ഇവരവിടെ ഒരു മിനി LMV-യുടെ ടാങ്കറും പിന്നെ ഹെവിയുടെ ടാങ്കറുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹെവിയുടെ ലോറിയും മൂക്കുള്ള ലോറിയും അതേപോലെ LMV-ക്കാണെങ്കിൽ മൂക്കുള്ള LMV ചെറിയ 407 ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഹെവി വലിയ വണ്ടി കൊണ്ടാണ്